ഗോൾഡിന്റെയും സിൽവറിന്റെയും വില നമ്മളുടെ രാജ്യത്ത് വീണ്ടും കൂടാൻ പോവുകയാണ്. 2 ദിവസം മുന്നേ മെയ് 10 നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി അടുത്ത ഒരു വർഷത്തേക്ക് നമ്മൾ ഗോൾഡ് വാങ്ങുന്നതൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി അതിൻ്റെ വീഡിയോ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം ഇപ്പോൾ വീണ്ടും പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു ഡ്യൂട്ടി പ്രീവിയസ്ലി ഉണ്ടായിരുന്നത് 6% അതായത് 5% ഇമ്പോർട്ട് ഡ്യൂട്ടിയും അതിൻ്റെ കൂടെ 1% സെസ്സും കൂടി കൂട്ടി ടോട്ടൽ 6% ഈ ഒരു ഗോൾഡിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. ഈ 6% നിന്നും 15% ആക്കിയിട്ടാണ് ഇപ്പോൾ കറന്റ് ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയിട്ടുള്ളത്. അതായത് 10% ഇമ്പോർട്ട് ഡ്യൂട്ടിയും അതിൻ്റെ കൂടെ 5% സെസ്സും കൂടി കൂട്ടി ടോട്ടൽ 15% ആക്കി മാറ്റിയിട്ടുണ്ട്. അതായത് ഒറ്റയടിക്ക് 6% നിന്നുമാണ് 15% ആക്കിയിട്ട് ഈ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഗോൾഡിൻ്റെ പ്രൈസ് കൂടാനൊരു സാധ്യതയുണ്ട്. ഇനി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഉണ്ടായിരുന്ന കുറച്ച് മേജർ അനൗൺസ്മെൻറ്റ് നോക്കിയാൽ തന്നെ ഇപ്പോൾ ഈ ഒരു ഗോൾഡിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടിയൊക്കെ കൂട്ടിയതിൻ്റെ പിറകിലുള്ള കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ അവർ 2 ദിവസം മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു മോദിയുടെ ആ ഒരു ടോക്കിൽ തന്നെ ഗോൾഡ് വാങ്ങുന്ന ഒരു വർഷത്തേക്ക് ഒഴിവാക്കാൻ പറഞ്ഞതുപോലെ തന്നെ അടുത്തൊരു വർഷത്തേക്ക് ഇന്ത്യക്ക് പുറത്ത് വിദേശത്തേക്ക് ട്രാവൽ ചെയ്യുന്ന ഇപ്പോൾ അനാവശ്യമായിട്ട് വെറുതെ ടൂറിസം പർപ്പസിനൊക്കെയാണ് നമ്മൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ അതൊക്കെ തൽക്കാലത്തേക്ക് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാർ പൂളിംഗ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട്സ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓഫീസിൽ പോയിട്ട് വർക്ക് ഫ്രം ഹോം പ്രൊമോട്ട് ചെയ്യുന്നതിന് ഓഫീസിൽ പോകുന്ന ഒഴിവാക്കി വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു പെട്രോളിനും ഡീസലിൻ്റെയൊക്കെ ഉപയോഗം കുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മൊത്തത്തിലുള്ളൊരു റീസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ US ഇറാൻ വാർ തുടങ്ങിയ ശേഷം ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് വാർ തുടങ്ങുന്നതിന് മുന്നേ $70 ഒരു ബാരലിൽ ഉണ്ടായിരുന്നതാണ് ഓൾമോസ്റ്റ് ഒരു $120 എബോയിലേക്ക് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് പോയിട്ടുണ്ടായിരുന്നു. ബട്ട് കറന്റ് നിൽക്കുന്നത് $100 അടുത്താണ്. ബട്ട് സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് അവർ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ലെവലിൽ നിന്ന് ഓൾമോസ്റ്റ് 40% 50% അപ്പായിട്ടാണ് കറന്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ ഇത്രയും വില കൂടിയിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെ വിലയൊന്നും അത്ര കൂടിയിട്ടില്ല. അതിൻ്റെ കാരണം തന്നെ ഇപ്പോൾ ആ ഒരു ലോസ് അബ്സോർബ് ചെയ്യുന്ന ഗവൺമെൻറ് ആണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഓയിൽ കമ്പനികൾക്ക് പെർ ഡേ 1000 കോടി കമ്പനിയായിട്ട് നോക്കുകയാണെങ്കിൽ 1000 കോടിക്ക് മുകളിലാണ് ഓയിൽ കമ്പനികൾക്ക് നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് വരുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന പോലെ ഇനി ഈ പറയുന്ന ക്രൂഡ് ഓയിലിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പെട്രോളിനും ഡീസലിലേക്ക് വില കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വാർ വന്നതിൻ്റെ റീസൺ ആയിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇങ്ങനെ കൂടിയത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ക്രൂഡ് ഓയിൽ പർച്ചേസ് ചെയ്യാൻ കൂടുതലായിട്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വാങ്ങുന്നത് ഡോളറിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ $70 ഒരു ബാരലിന് കൊടുത്ത സ്ഥലത്ത് നമ്മൾ $100-110 കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ എക്സ്ട്രാ കുറേയധികം നമ്മൾ ഡോളറായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ കൂടുതലായിട്ട് ഡോളർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ക്രൂഡ് ഓയിൽ എന്തായാലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. തൽക്കാലത്തേക്ക് ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഈ ട്രാൻസ്പോർട്ടേഷൻ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിയെ തന്നെ വളരെയധികം മോശമായിട്ട് ബാധിക്കും. അപ്പോൾ ഈ ഒരു വലിയൊരു വില കൊടുത്തിട്ടാണ് നമ്മൾ ക്രൂഡ് ഓയിൽ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ US ഡോളറിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന വളരെയധികം കൂടുതൽ നമ്മുടെ ഫോറക്സ് റിസർവിനെ അത് വളരെയധികം മോശമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഗോൾഡിൻ്റെ കേസിലും. ഗോൾഡിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്രൂഡ് ഓയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നതിന് 90% ക്രൂഡ് ഓയിലും പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഗോൾഡിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിലും ഓൾമോസ്റ്റ് ഒരു 95% ഗോൾഡും നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആൾക്കാർ വാങ്ങുന്നതിൻ്റെ 95%-ഓളം പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ പറയുന്ന പോലെ തന്നെ US ഡോളറിലാണ് നമ്മൾ ഈ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഗോൾഡ് ഈ റീസെൻ്റ്ലി ഈ പറഞ്ഞ പോലെ നല്ല റിട്ടേൺ കൊടുത്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് നല്ല രീതിയിൽ പ്രൈസും മുകളിലോട്ട് പോയിട്ടുണ്ട്, ആൾക്കാർക്ക് നല്ല റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് വളരെ ലോ റിട്ടേൺ മാത്രമാണ് റീസെൻ്റ്ലി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ആൾക്കാർ ഗോൾഡൊക്കെ വാങ്ങുന്നത് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ആൾക്കാർ കൂടുതലായിട്ട് ഗോൾഡ് വാങ്ങുന്ന സമയത്ത് ഇന്ത്യൻ ഗവൺമെൻറ് കൂടുതലായിട്ട് US ഡോളറിൽ സ്പെൻഡ് ചെയ്ത് ഗോൾഡ് വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഇതിനും വേണ്ടി നമ്മുടെ കയ്യിൽ നിന്നാണ് നമ്മുടെ ഫോറക്സ് റിസർവ് കൂടുതൽ US ഡോളേഴ്സ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂടുന്നു, ഗോൾഡിൻ്റെ പ്രൈസ് കൂടുന്നു, നമ്മൾ US ഡോളർ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫോറക്സ് റിസർവിനെ വളരെയധികം മോശമായിട്ട് തന്നെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇമ്പാക്ട് ചെയ്ത് നമ്മുടെ ഫോറക്സ് റിസർവ് കുറഞ്ഞ് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ, അത് ഏതൊരു രാജ്യത്തിൻ്റെ ആണെങ്കിൽ ഫോറക്സ് റിസർവ് കുറയുകയാണെന്നുണ്ടെങ്കിൽ അത് ആ രാജ്യത്തിൻ്റെ എക്കണോമി വളരെയധികം മോശമായിട്ട് എഫക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കറന്റ് നമ്മുടെ നാട്ടിൽ ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു ഫോറക്സ് റിസർവ് നമുക്കൊരിക്കലും ക്രൂഡ് ഓയിൽ ഇനി തൽക്കാലത്തേക്ക് പെട്രോൾ ഉപയോഗിക്കരുതെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതിന് പകരമായിട്ടാണ് നമുക്ക് ഗോൾഡ് എന്ന് പറഞ്ഞ ഒരിക്കലും നമുക്ക് അത്യാവശ്യമായിട്ടൊരു സാധനമല്ല. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നതാണ്. നമുക്ക് അത് ഇപ്പോൾ ഗോൾഡ് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് കറന്റ് നമുക്ക് സാധിക്കും എന്നുണ്ടെങ്കിൽ അടുത്തൊരു വർഷത്തേക്ക് ഗോൾഡ് വാങ്ങുന്നത് ഒഴിവാക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഗോൾഡ് വാങ്ങുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുനിന്ന് US ഡോളർ സ്പെൻഡ് ചെയ്യുന്നത് കുറക്കാം. അത് നമ്മുടെ ഫോറക്സ് റിസർവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ റീസൺ ആയിട്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഡ്യൂട്ടി കൂടുന്ന സമയത്ത് ഗോൾഡിന് വില കൂടുന്ന സമയത്ത് തന്നെ ആൾക്കാർക്ക് വില പെട്ടെന്ന് ഈ ഒരു കാരണം കൊണ്ട് കൂടുന്നതുകൊണ്ട് ആൾക്കാർ ഗോൾഡ് വാങ്ങുന്നതിലുള്ള അതൊരു കുറയും, ആൾക്കാർ വാങ്ങാനുള്ള സാധ്യത കുറച്ചും കൂടി കുറയും. അപ്പോൾ അതുകൊണ്ട് എന്താണ് ആൾക്കാർ വാങ്ങുന്നത് കുറയും, ഡിമാൻഡ് കുറയും. മെയിൻലി ഗോൾഡ് ഗവൺമെൻറ്റിന് വാങ്ങാൻ വേണ്ടി വരുന്ന ഒരു ഡിമാൻഡ് ഗവൺമെൻറ്റിൻ്റെ മുകളിലുള്ള പ്രഷർ കുറയും.
അപ്പോൾ അതുകൊണ്ട് ഫോറക്സ് റിസർവ് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്ന എന്തുകൊണ്ട് ഈ ഒരു വർക്ക് ഫ്രം ഹോം പ്രൊമോട്ട് ചെയ്യാൻ പറയുന്നു, ഇതിൻ്റെയൊക്കെ പിറകിൽ ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു US ഇറാൻ വാർ തുടങ്ങിയ ശേഷം ഈ വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഫോറക്സ് റിസർവ് പ്രൊട്ടക്ട് ചെയ്യാൻ, നമ്മുടെ എക്കണോമിയെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്നുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വന്നിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരിക്കലും നമ്മുടെ ഗവൺമെൻറ്റിനെ കുറ്റം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വാർ ഇപ്പോൾ US ഇറാനൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് വിചാരിക്കുന്നു. ബട്ട് മേ ബി കുറച്ചുകൂടി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കണം. ബട്ട് സ്റ്റിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് അത് പ്രോപ്പറായിട്ട് ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, താങ്ക് യു.